ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ബോർഡം ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ബോറിംഗ് ആയി മാറുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സൈക്കോളജിക്കൽ മെമ്മറി നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സോ എന്താണ് ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിലേക്ക് നമ്മുടെ നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം കൂടെ എൻറ്റാങ്കിൾഡ് ആയിട്ട് മിക്സ് ആവും. അതായത് ഇപ്പം കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ അതായത് നമ്മളെ ഒരു 5 വർഷം മുന്നേ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു. നമ്മളൊരു തെറ്റും ചെയ്തില്ല, പക്ഷെ അയാൾ നമ്മളെ വെറുതെ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്തു, വളരെ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്തു, ഹാരാസ് ചെയ്തു. സോ പക്ഷേ നമുക്ക് തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ വളരെ ഡീവാല്യൂ ആയി, നമ്മുടെ ഈഗോ അവിടെ ഹർട്ടായി, നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സും എല്ലാം ഹർട്ടായി. അതൊരു 5 വർഷം മുന്നേ നടന്നൊരു സാഹചര്യം എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ കാണുന്നു, ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കാണുന്നു. ആ വ്യക്തി ഒരു പക്ഷേ അതെല്ലാം മറന്നിരിക്കുക, അങ്ങനത്തെ ആ